ഹലോ, ഇന്ന് ഞങ്ങൾ ഒരു 2 ദിവസത്തെ ഊട്ടി ട്രിപ്പിന് പോവാണ്. രാവിലെ സുബൈന്റെ മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു കേട്ടോ. ഇത്തവണ മസിനഗുഡി വഴിയാണ് പോണത്. മഴക്കാലമായതുകൊണ്ട് ചുരത്തിലൊക്കെ നല്ല കോടയായിരുന്നു. ഇന്ന് ട്രിപ്പിന് ഞങ്ങൾ മാത്രമല്ല കേട്ടോ, കൂടെ ആൻറ്റിയും കുട്ടികളൊക്കെ ഉണ്ട്. ഞങ്ങട്ട് മുതുമല ടൈഗർ റിസർവ് ആണ്. പോണ വഴിയില് കുങ്കിയാനകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ കുങ്കിയാനകൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. അവരെ നോക്കാൻ കുറെ ആളുകളും ഉണ്ട് അവിടെ. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോ അതാ നിൽക്കുന്ന ഒരു കാട്ടാന. ആനനെ കാണാതെ എന്ത് യാത്രയാണല്ലേ. കാട്ടിലൂടെ പോകുമ്പോ മൃഗങ്ങളെ കാണാനല്ലേ ഒരു ക്യൂരിയോസിറ്റി ആവും. മാനുകൾക്ക് പിന്നെ ഒരു ക്ഷാമമില്ല. എവിടെ നോക്കിയാലും ഇവരെന്നെയാണ്. എല്ലാരും കൂട്ടും കൂട്ടായി ഫുഡ് കഴിച്ചോണ്ടിരിക്കാണ്. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോ അവിടെയുണ്ട് കുങ്കിയാനകളെ സ്ഥലം. അപ്പൊ ഇനി നമുക്ക് കുറെ ആനകളെ കാണാൻ പോയാലോ. ഇപ്പൊ ഞങ്ങള് വന്നത് പോണ വഴിയില് തപ്പക്കാട് എലഫന്റ് ക്യാമ്പിലേക്കാണ്. ഇവിടെ പാർക്കിംഗ് ഒന്നും ഇല്ലാത്തോണ്ട് കുറച്ച് അപ്പുറത്ത് പോയിട്ട് വേണം വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ. അവിടുന്ന് തന്നെ ടിക്കറ്റ് കൊടുക്കണം. 12ഓളം ആനകളുണ്ട് കേട്ടോ ഈ ക്യാമ്പില്. ഇനി ഈ ക്യാമ്പിലെ കാഴ്ചകളൊന്നും കാണാം. 12ഓളം ആനകളുണ്ട് പറഞ്ഞല്ലോ. ഓരോ ആനകൾക്കും ഓരോ പാപ്പാന്മാരും ഉണ്ട്. രാവിലെ 8:30 മുതൽ 9 മണി വരെയും ഈവനിങ് 5:30 മുതൽ 6 മണി വരെയാണ് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ഒരു ഗൈഡ് ഇവിടെ ആനകളെ കുറിച്ചും അവരെ ഫീഡിങ്ങിനെ കുറിച്ചും ഒക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചിലര് രാവിലത്തെ നടത്തൊക്കെ കഴിഞ്ഞ് വരാണ്. എല്ലാ ആനകളും ഇതുപോലെ നടക്കാനൊക്കെ കൊണ്ടുപോകും. ഇത്രയും അടുത്തുനിന്ന് ആദ്യമായിട്ടാണ് എന്നെ കാണുന്നത്. ഓരോ ആനകൾക്കും ഇവര് പേരൊക്കെ ഇട്ടിക്കണം കേട്ടോ. ഏറ്റവും പഴക്കല്ലേ ഒരു ആന ക്യാമ്പ് കൂടിയാണിത്. അയാൾ ആന്റെ കാലിലൊക്കെ എന്തോ തേച്ചൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഒരു കരിമ്പും തിന്നാൻ കൊടുത്തിക്കണ്. ഇവന് അതൊന്നും പോരാ തോന്നുന്നു. നിലത്തിലെ ചെറിയ പുല്ലൊക്കെ തുമ്പിക്കൈകൊണ്ട് എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പുറത്തെല്ലാവർക്കും ഇതന്നെ പണി. ഈ കാണുന്നതൊക്കെ അവർക്ക് കൊടുക്കുന്ന ഫുഡാണ്. മുതിര, രാഗി, ഉപ്പ്, ശർക്കര, തേങ്ങ, കരിമ്പ്, ഇതൊക്കെയാണ് ഇവരെ ഫുഡുകൾ. ഓരോ ആനന്റെയും പാപ്പാന്റെ കൂടെല്ലേ ഫോട്ടോയും ഇവിടെ കാണാം. അതിലൊരാളാണിത്. അവർക്ക് ഫുഡൊക്കെ കൊടുക്കണതിന്റെ കുറിച്ച് പറഞ്ഞുതരാണ്. ഇയാളാണ് എല്ലാവർക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണത്. കുറച്ചേരൊക്കെ ഞങ്ങൾ അത് കേട്ടിരുന്നു. അവിടുന്ന് കുറച്ച് പോന്ന് പാർക്കിങ്ങിന്റെ ഒക്കെ അവിടെയാണ് ആനിമൽ ട്രക്കിംഗ് ഉള്ളത്. അങ്ങോട്ട് നടക്കുമ്പോഴാണ് ആ പോണ ആളെ കണ്ടത്. അതാണ് കാട്ടുപന്നി. ഇയാള് വീടിന്റെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിലും നേരിട്ട് കാണാന് ഇവിടെ വരെ വരേണ്ടി വന്നു. ഇവിടുന്നാണ് ട്രക്കിങ്ങിന് ടിക്കറ്റ് എടുക്കേണ്ടത്. ബസ്സും ജീപ്പൊക്കെ ട്രക്കിങ്ങിനുണ്ട്. ഇതൊക്കെ ഇന്നും ഇന്നലെയുമായിട്ട് ട്രക്കിങ്ങിന് പോയവര് കണ്ട ആനിമൽസിന്റെ ലിസ്റ്റാണ്. ഇന്ന് ടൈഗറിനെ കേട്ടോ കണ്ടിക്കണ. ടിക്കറ്റിന് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് നേരത്തെ കണ്ടില്ല ഒരാന അപ്പുറത്തിലൂടെ നടക്കാൻ പോണത്. ഞങ്ങള് ബസ്സിലൊക്കെ കയറി കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ എവിടെ നോക്കിയാലും മാൻകൂട്ടങ്ങൾ തന്നെ. ഇനി വേറെ എന്തൊക്കെ മൃഗങ്ങളെ കാണുമെന്ന് നോക്കാം. ദൂരെ ഒരു കാട്ടാന കൂട്ടുണ്ട്. ആദ്യം ഞങ്ങൾ അവരെയാണ് കണ്ടത്. കാട്ടിലൂടെ ഇങ്ങനെ പോവാന് നല്ല രസമുണ്ട്. 2 സൈഡിലും എല്ലാരും നല്ല ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ അതാ മലയണ്ണാന് നമ്മളടുത്തെത്തിയപ്പോത്തിന് മൂപ്പര് നേരെ മരത്തിന്റെ മുകൾക്ക് ഓടി.
പിന്നെ കണ്ടത് ഒരു വലിയ ഈഗിളിനെയായിരുന്നു. സൂക്ഷിച്ചു നോക്കിയാലേ അതിന് കാണാൻ പറ്റുള്ളൂ. കാടിന്റെ നടുവിലെത്തിയപ്പോ മയം പെയ്യാൻ തുടങ്ങി. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മരത്തിലെന്താ വേറൊരാള് ഞങ്ങളെയും നോക്കിയിരിക്കണ്ട്. അതവിടെ ഇരിക്കട്ടെ, ഇനി വേറെ ആരെങ്കിലും കാണോ നോക്കാം. കാട്ടില് ചെറിയ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആമ്പലൊക്കെ വിരിഞ്ഞിക്കണ ചെറിയ വള്ളക്കെട്ടുകളും ഉണ്ട്. പിന്നെ മയിലുകളൊക്കെ ഇവിടെ മഴയൊക്കെ കൊണ്ട് മാനുകളെയും നോക്കിയിരിക്കാണ്. ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചെത്തി. നേരത്തെ അപ്പുറത്ത് കൂടെ പോയ ആന ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ മൃഗങ്ങളൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ട്രക്കിംഗ് അത് അടിപൊളിയായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഊട്ടിയിലേക്ക് പോവാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള റൂട്ട് ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ലഞ്ചൊക്കെ കഴിച്ചു. അങ്ങനെ മസനെ കൂടെ എത്തി. ഇതിലൂടെയുള്ള യാത്ര ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം അത്രയും ഭംഗിയില്ലേ കാഴ്ചകളൊക്കെ കണ്ട് ഒരു അടിപൊളി റൂട്ടാണിത്. ഈ റോഡൊക്കെ കണ്ടോ, എന്ത് ഭംഗിയാണ് കാണാന്. ഊട്ടിയിലേക്ക് കയറുന്ന വഴിയാണ് കൽഹട്ടി. ഇവിടെ കണ്ടാല് രാവിലെ കോഴ ഇറങ്ങിയതാണെന്ന് തോന്നും. പക്ഷേ ഇപ്പൊ ടൈം ഉച്ചക്ക് 1 മണിയാണ്. നല്ല രീതിയിൽ കോടുണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ ഒരു മായാസ് ബേക്കറി ഉണ്ട്. അവിടുന്ന് ചൂട് ചായ ഒക്കെ കുടിച്ച് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഒരുപാട് നേരം അവിടെ ഇരുന്നു. നല്ല തിരക്കുണ്ട് ഇവിടെ. ഇവിടുന്നുള്ള വ്യൂ കണ്ടോ, എന്തോ ഒരു ഭംഗിയാണല്ലേ. കോടിങ്ങനെ മുകളിലോട്ട് കേറി പോണ കാണാം. നല്ല തണുപ്പും ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മായാസ് ബേക്കറി. ഇനി പോണ ഒരു റൂം സെറ്റ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആവാനാണ്. ഞാൻ റൂമൊക്കെ സെറ്റ് ചെയ്യണേ. ടൗണിൽ തന്നെയാണ് റൂം കിട്ടിയത്. വണ്ടൊക്കെ റോഡിൽ തന്നെ പാർക്ക് ചെയ്തിരിക്കണു കേട്ടോ. 2 ബെഡ്റൂമും ചെറിയൊരു ലിവിങ് വരുന്ന റൂമാണ് കേട്ടോ ഞങ്ങളെടുത്ത. എല്ലാരും ഫ്രഷ് ആയി പുറത്തിറങ്ങാൻ നോക്കുമ്പോ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. ആദ്യം ഞങ്ങള് ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് പോയത്. അവിടുന്ന് നല്ല ചൂടുള്ള കോണൊക്കെ കഴിച്ച് അകത്തേക്ക് കയറി. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് ഇവിടെ. ഇത് ഫേൺ ഹൗസ് ആണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഫേൺസുകളുണ്ട്. പിന്നെ കുറെ അതിലൂടെ നടന്നു. ഇത് രുദ്രാക്ഷമരാണ് കേട്ടോ. അവിടെ കുറച്ചൊരു സ്പെൻഡ് ചെയ്ത് ഞങ്ങള് ലേക്കിന്റെ അവിടേക്കാണ് വന്നത്. ഞങ്ങൾ വരുമ്പോ നല്ല വൈകുന്നേരമായിരിക്കണം. അതുകൊണ്ട് ബോട്ടിങ്ങിന്റെ ടൈമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇവിടെയാണെങ്കിൽ ആകെ പടി നടന്നുകൊണ്ടിരിക്കാണ്. ഞങ്ങൾ അവിടെ ഇറങ്ങി അതിലൂടെ ഒക്കെ നടന്നു കണ്ടു. ഇപ്പൊ ഞങ്ങൾ വന്നത് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാനാണ്. ഇവിടുന്ന് ഞങ്ങൾ നൂഡിൽസും പാനിപ്പൂരിയും ചായയും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ച് നൈറ്റ് ഞങ്ങള് ഊട്ടി ടൗണിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാണ്. റോഡിന്റെ നടുവില് ഒരു വലിയ ക്ലോക്ക് ടവർ ഒക്കെ ഉണ്ട്. പോയി ഞങ്ങൾ ഒരു അടിപൊളി ബേക്കറിയിലെത്തി. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വെറൈറ്റി കേക്ക്സും ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ അവരൊക്കെ റൂമിലാക്കി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയത് കേട്ടോ. അതിന് ഇന്നലെ രാത്രി ഫുഡൊന്നും കഴിക്കാതെ കടന്നുണ്ട് രാവിലെ നീക്കുമ്പോഴേ അവൾക്ക് വിശക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടോ. പിന്നെ റൂമിൽ പോയി അവരൊക്കെ എടുത്ത് തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു. ഊട്ടിയിലെ മോർണിംഗ് ഒരു പ്രത്യേക രസമാണില്ലേ. അവിടുത്തെ ആൾക്കാരും തണുപ്പും ഒക്കെ ഒരു പ്രത്യേക ഫീലാണ്. ഇനി ഞങ്ങൾ പോണത് കൂനൂരിലേക്കാണ്. അങ്ങോട്ടുള്ള റൂട്ടൊക്കെ നല്ല അടിപൊളിയാണ്. ഇവിടുന്ന് കൂനൂര് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ സ്ഥലത്തിന്റെ പേരാണ് വില്ലിംഗ്ടൺ. എല്ലാ മാസവും ഫസ്റ്റ് സൺഡേ ഇവിടെ ഒരു ചന്ത നടക്കുന്നുണ്ടോ. അപ്പൊ
ആദ്യം അവിടെ ഒന്ന് പോയേക്കാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ നിൽക്കുമ്പോ മുകളില് മലയുടെ ചെരുവിലൂടെ ഒരു ട്രെയിന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ സാധനം നോക്കണതിന്റെ ഇടയില് വീണ്ടും ഒരു ട്രെയിൻ വന്നു. നല്ല ഭംഗിയുണ്ടാ പോണത് കാണാന്. മാർക്കറ്റിൽ ഞങ്ങൾ കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞ സൺഡേ മാർക്കറ്റ്. ഒരു ഗ്രൗണ്ടിലാണ് ഇത് നടക്കുന്നത്. ഇതാണ് വില്ലിംഗ്ടൺ റെയിൽവേ സ്റ്റേഷൻ. മാർക്കറ്റിന്റെ നേരെ മുകളിലാണ് ഇതില്ലത്. കുറച്ചേരം ഞങ്ങൾ അതിലൂടെ ഒക്കെ നടന്നു കേട്ടോ. ഇവിടെ നിൽക്കണമെങ്കില് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഇനി ഞങ്ങള് ഊട്ടിയിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഈ കാണുന്നതാണ് കോഡാക് ഫാക്ടറി. അത് പറഞ്ഞാല് തോക്കുകളിലും പീരങ്കികളിലും യൂസ് ചെയ്യണതാണ് ഇത്. ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറി അതുപോലെ തിരിച്ചറിഞ്ഞു. അകത്തൊക്കെ ഒരുപാട് ഫാക്ടറീസ് ആണ് കേട്ടോ. അങ്ങോട്ടൊന്നും നമുക്ക് എൻട്രി ഇല്ല. ഇനി ഞങ്ങൾ പോണത് ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ്. വൈന് നല്ല ഫ്രഷ് ക്യാരറ്റും വാങ്ങി. ഇവിടുന്ന് വാങ്ങുന്ന ക്യാരറ്റ് ഒക്കെ നല്ല സ്വീറ്റ് ആണ് അല്ലേ. ഞങ്ങൾ പോണ ഫാക്ടറിന്റെ പേര് ബെഞ്ച്മാർക്ക് എന്നാണ് കേട്ടോ. നല്ല ഹൈറ്റിലാണ് കേട്ടോ ഈ ഫാക്ടറി ഉള്ളത്. നിങ്ങൾ ആരെങ്കിലും ഈ ഫാക്ടറി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എൻട്രൻസിൽ തന്നെ ചോക്ലേറ്റ് മേക്കിംഗ് പ്രോസസ് ആണുള്ളത്. അതിൻ്റെയൊക്കെ മെഷീനറികളും ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ്സും ഒക്കെ അവിടെ കാണാൻ പറ്റും. അടുത്തത് ടീ പൗഡർ മേക്കിംഗ് ആണ്. ഇവിടെ ഒരുപാട് തേയിലകള് ഇതുപോലെ ഉണങ്ങാട്ടിക്കണ്. ഒരു ചെറിയ എമൗണ്ട് പേ ചെയ്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. പേ ചെയ്ത് കഴിഞ്ഞാല് ഒരു ഹാൻഡ് ടാഗ് ഒക്കെ കിട്ടും. പിന്നെ ടീ പൗഡർ മേക്കിങ്ങിന്റെ ഓരോ സ്റ്റെപ്പും ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. വെറൈറ്റി ടൈപ്പ് ഓഫ് ടീസ് ഉണ്ട് ഇവിടെ. ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ ഷോപ്പിംഗ് സ്പേസ് ആണ്. ടീ പൗഡേഴ്സും ചോക്ലേറ്റ്സും ഒക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. വേറെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. പീക്കാണ്. ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാൻ പോവാം. ഞാൻ ആദ്യമായിട്ടാണ് സ്ഥലം കാണാൻ പോണത്. കാട്ടിലൂടെ ഒരു വൺ വേ റോഡാണ് അങ്ങോട്ട്. ഇവിടെ എത്തിയോക്കുമ്പോ ഇവിടെ നല്ല റഷാണ്. ഇപ്പൊ ഇവിടുത്തെ ടൈം ഉച്ചക്ക് 1 മണിയൊക്കെയാണ് കേട്ടോ. പക്ഷെ ഇവിടെ കണ്ട ഒരിക്കലും അത് പറയൂല. നല്ല തണുപ്പും കോടയും വേറെ തന്നെ ഒരു ക്ലൈമറ്റ് ആണ്. ഇതിന്റെ ഇടയിലൂടെയാണ് പീക്കിലേക്ക് പോവാ. നല്ലൊരു വ്യൂ പോയിന്റ് ആണിത്. ഇവർക്കും ചെറിയൊരു എൻട്രി ഫീ ഉണ്ട് കേട്ടോ. അവിടുന്ന് തിരിച്ച് ഞങ്ങൾ വന്നത് തലശ്ശേരി തക്കാരം റെസ്റ്റോറന്റില് ലഞ്ച് കഴിക്കാനാണ്. എല്ലാരും അവിടുന്ന് വെറൈറ്റി ഫുഡാണ് ട്രൈ ചെയ്തത്. നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ഇവിടെ. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് ഊട്ടിയിൽ നിന്ന് തിരിച്ചു പോവാണ്. ഞാൻ പോണ വഴിയിലില്ലേ കുറച്ച് സ്പോട്ടുകളും കാണാനുണ്ട്. ഊട്ടിയിൽ വന്നാല് ചോക്ലേറ്റ് വാങ്ങാതെ എങ്ങനെ പോവാ? അപ്പൊ ചോക്ലേറ്റ് ഫാക്ടറിയിൽ കയറി കുറച്ച് ചോക്ലേറ്റ്സും വാങ്ങി. ഇപ്പൊ നമ്മള് പൈൻ ഫോറസ്റ്റിന്റെ അവിടേക്കാണ് വന്നത്. അവിടെ കണ്ടൊരു മങ്കിക്ക് ഇപ്പച്ച് ക്യാരറ്റ് എടുക്കാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ
പോവാണ്. അവിടുന്ന് പിന്നെ കൊറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു. ചിത്രം വരച്ച പോലെ ഉണ്ട് ഇവിടെ കാണാൻ. ആ പച്ച വെള്ളവും പൈൻ മരങ്ങളും ശരിക്കൊരു ഡ്രോയിങ് പോലെ തന്നെ. പിന്നെ ഷൂട്ടിംഗ് പോയിന്റിന്റെ അവിടേക്കാണ് എത്തിയത്. ഇവിടെ കപ്പിള് വരുന്ന സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒന്നും ഇറങ്ങിയില്ല. ഊട്ടിത്തെ കാഴ്ചകളോടൊക്കെ ബൈ ബൈ പറയാം. ഈവനിങ് ആയപ്പോ ഇവിടെ ചായ കുടിക്കാൻ കയറിയതാട്ടോ. എല്ലാരും നല്ല ടയേർഡാണ്. ഇവിടുന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി വീണ്ടും കുറച്ച് പോയപ്പോ നല്ല മഴ തുടങ്ങിട്ടോ. ചുരത്തിലൊക്കെ എത്തിക്കണ്. നല്ല മഴയും ബ്ലോക്കും ഉണ്ട്. നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ബ്ലോക്ക് പെട്ടെങ്കിലും രാത്രി വേഗം വീട്ടിലെത്താൻ പറ്റി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഫോളോ ഫോർ മോർ വീഡിയോസ്. ബൈ.